ഹലോ ഫ്രണ്ട്സ്, കച്ചിത്തുറുമ്പ് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ആദ്യമായി നിർമ്മിക്കുന്നത് മരക്കുറ്റി പോലുള്ളൊരു ചെടിച്ചട്ടിയാണ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിച്ചട്ടിയാണ് ഞാനിവിടെ നിർമ്മിച്ച് കാണിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിമൻറ്റും കുറച്ച് മണലും ഒരു 1 ലിറ്റർ വെള്ളത്തിൻ്റെ ഒരു കാലി ബോട്ടിൽ, ഒരു PVC 4 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ്. 2 ചട്ടികളാണ് ഞാനിവിടെ നിർമ്മിച്ച് കാണിക്കുന്നത്. 2 രീതിയിലുള്ള ചട്ടികളാണ് ഇവിടെ നിർമ്മിച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിനാവശ്യമായി വരുന്നത് ഏകദേശം ഒരു 1/2 കിലോ സിമൻറ്റ് മാത്രമാണ് നമുക്കിതിനാവശ്യമായി വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ കുപ്പി കട്ട് ചെയ്തെടുക്കാം. കുപ്പിയുടെ പകുതി ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിന് പുറകിലായിട്ട് നമുക്ക് ആണി കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ ഇതുപോലെ ഡ്രൈവർ കൊണ്ട് ഒരു ഹോളിട്ടതിന് ശേഷം ഒരു പഴയ ടീഷർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇതിനകത്ത് ടീഷർട്ട് പറയാൻ മറന്നുപോയി. ടീഷർട്ടിൻ്റെ പകുതിയാണ് ഇതിനെടുക്കുന്നത്. അതെടുത്തതിന് ശേഷം നമുക്ക് സിമൻറ്റ് ഇങ്ങനെ കുഴച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ സിമൻറ്റ് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ടീഷർട്ട് കട്ട് ചെയ്ത് വെച്ചത് വെള്ളത്തിൽ മുക്കിയെടുക്കുക. വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സിമൻറ്റിലേക്ക് കുഴച്ചെടുത്ത് നല്ലതുപോലെ എല്ലാ സ്ഥലത്തും ആകത്തക്ക രീതിയിൽ ഇതുപോലെ നമുക്ക് ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ മധ്യത്തിലായിട്ടൊരു ഹോൾ ഇടണം. ഒരു ഹോളുണ്ട്. ആ ഹോളിട്ട് ഇതുപോലെ നമ്മൾ ആ കുപ്പിയിലേക്ക് വെച്ചിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൈ ഇറങ്ങുന്നില്ലെങ്കിൽ എന്തെങ്കിലും കമ്പ് കൊണ്ടോ അതുപോലെ എന്തെങ്കിലും സാധനം കൊണ്ട് അതിലേക്ക് കുത്തി ഇറക്കുക അകത്ത്. അതിനുശേഷമായിട്ട് നമുക്ക് ഇതുപോലെ ഇതിൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ മരത്തിൻ്റെ വേര് പോലെ നമുക്ക് കൈ കൊണ്ട് നമ്മുടെ മനസ്സിൽ ഭാവന ഉള്ള ഒരു വേര് പോലെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് അധികമുള്ള ഭാഗം നമ്മളിതുപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ അധികമുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ 4 വേരുകളാണ് ഇതിനകത്ത് ഞാൻ ചെയ്തെടുക്കുന്നത്. അടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു 6 പേരുള്ള ഒരു മരക്കുറ്റിയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തിപ്പോൾ 4 പേരാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് മണലെടുത്ത് കുറച്ച് സിമൻറ്റ്, ഒരു കൈപ്പിടി സിമൻറ്റും കൂടെ ഇട്ട് ആഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുപ്പി ഇറക്കി വെക്കുക. കുപ്പി ഇറക്കി വെച്ചിട്ട് 1/2 ഇഞ്ച് കനത്തിൽ ഒരു സിമൻറ്റ് അകത്ത് ഇറങ്ങത്ത രീതിയിൽ ഒരു കുപ്പി ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഒരു കുപ്പി ഇറക്കി വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സിമൻറ്റ് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിക് വൃത്തിയാക്കി തേച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ തേച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങളടുത്ത് പറയാൻ മറന്നുപോയി. ഒരു ദിവസം കഴിഞ്ഞ് ഇതൊന്ന് ഉറപ്പായതിനു ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ ഉറപ്പിന് വേണ്ടി ഈ കുഴച്ച് വെച്ച് സിമൻറ്റ് കുറച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ വേരുകളിൽ വേര് ഞാൻ വളച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേര് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങോട്ട് വേണമെങ്കിലും വളച്ചോ തിരിച്ചോ നമ്മുടെ ഇഷ്ടാനുസരണം വെക്കാം. കാരണം ഇത് സിമൻറ്റ് കുഴമ്പ് രൂപത്തിലായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിലും ഇതിൻ്റെ വേരാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സിമൻറ്റ് കുറച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ അരികളൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഈ സിമൻറ്റ് നമ്മൾ ഇങ്ങനെ തേച്ചെടുത്തിട്ട് ഈ കുപ്പി നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാണ് റിമൂവ് ചെയ്യേണ്ടത്. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ സിമൻറ്റ് കൂടുതൽ കുറച്ച് ഡ്രൈ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ലൂസാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് ഈ കുപ്പി റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതിന് ശേഷം നമ്മൾ ബ്രഷ് കൊണ്ട് ചെറുതായിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് ഇതുപോലെ അരികളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് വെള്ളത്തിൽ നനച്ച് നമുക്ക് അരിക് ഭാഗങ്ങളൊക്കെ ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് വേറൊരു കുറച്ചുകൂടി വീതിയുള്ള ചട്ടിയാണ്. കണ്ടാൽ നമുക്ക് മരക്കുറ്റി കണക്ക് തോന്നും. പലരും അതിശയിച്ചോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്തുവാണെന്ന്. അപ്പോൾ സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതമായിരുന്നു. ഇത് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സാക്ഷാൽ മരക്കുറ്റി കണക്ക് തന്നെ നമുക്ക് തോന്നും. നമ്മളിങ്ങനെ സിമൻറ്റ് രണ്ടാമത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോണ PVC പൈപ്പ് കൊണ്ടാണ്. ഇത് കുറച്ച് 4 ഇഞ്ച് വ്യാസമുള്ള പൈപ്പാണ്. 4 ഇഞ്ച് വ്യാസവും ഏകദേശം 4 ഇഞ്ച് തന്നെ പൊക്കവുമുള്ളൊരു വലിപ്പമാണ്. ആദ്യം ചെയ്ത പോലെ നമ്മൾ സിമൻറ്റ് തുണിയിൽ ടീഷർട്ടിൻ്റെ പകുതി ഭാഗം ബാക്കിയുള്ളതെടുത്ത് സിമൻറ്റിൽ കുഴച്ചെടുത്ത് ഇതുപോലെ നമ്മൾ വെച്ച് നടുക്കൊരു ഹോളിട്ട് ഇതിനകത്ത് ഞാൻ 6 വേരുകളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. മറ്റതിൽ 4 പേരാണ് ചെയ്തതെങ്കിൽ ഇതിനകത്ത് 6 വേരുകളാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗം വരുന്ന ഭാഗം നമുക്ക് കത്രിക കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ തുടക്കമായതുകൊണ്ട് ചില ഭാഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ക്ഷമിക്കണം. തുടക്കക്കാരനെന്നുള്ള നിലയിൽ പോരായ്മകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേരുകളാക്കി എടുക്കാം. എന്നിട്ട് ഇതിന് മൊത്തം ഇത്രയും ഞൊറിവ് കിടക്കുന്നുണ്ടോ, അപ്പം നമുക്ക് ഇത്രയും ഞൊറിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ കുറച്ച് മണൽ, നമ്മൾ വീട്ടുമുറ്റത്തുള്ള മണൽ കുറച്ച് സിമെൻറ്റുമായിട്ട് കുഴച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് കുഴച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും വേരിലും 4 ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ഉറപ്പ് കിട്ടും. നമ്മൾ സാധാരണ ചെടിച്ചട്ടി പോലുള്ള ഉറപ്പ് തന്നെ ഇതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഇൻഡോർ പ്ലാന്റിലും ഔട്ട്ഡോറിലൊക്കെ വെക്കുവാൻ വളരെ നല്ലതാണ്. ഇതുപോലെ ഇതിനകത്ത് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കാലി ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. 1.5 ഇഞ്ച് കനത്തിൽ അകത്ത് സിമെൻറ്റ് ഇറക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാലി ബോട്ടിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കണ്ടോ, ഇതുപോലെ സിമെൻറ്റ് അകത്തേക്ക് തള്ളി കുത്തി ഇറക്കുക. എന്നിട്ട് അരികളെല്ലാം ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് ബ്രഷ് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്യാനുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ പൊരുവരുത്തിരിക്കുന്ന ഭാഗങ്ങളും തെള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കുത്തി കളഞ്ഞിട്ട് ശേഷം ഇതിൻ്റെ അടിഭാഗം പൊള്ളയായിരിക്കും. അതിനകത്ത് സിമെൻറ്റ് ഇടുന്നതും എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിതുപോലെ സിമെൻറ്റ് ചെയ്ത് തേച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ അടിഭാഗത്ത് നമ്മൾ സിമെൻറ്റ് തേച്ച് നിരപ്പാക്കി എടുക്കുക. നമ്മൾ ഒരു പ്രതലത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാത്ത രീതിയിൽ നമ്മൾ നിരപ്പാക്കി സിമെൻറ്റ് തേച്ചെടുക്കുക. എന്നിട്ട് ഒരു ബോളിടാൻ മറക്കരുത് അടിയിൽ. അതിനുശേഷം നമ്മൾ 1 ദിവസം കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം എമരി പേപ്പർ വെച്ച് ഇതുപോലെ തേച്ചെടുക്കുക. കണ്ട, സിമെൻറ്റ് ഞാൻ കൈകൊണ്ട് തേച്ച് ഈ ഞൊറിവുകൾ എല്ലാ ഭാഗവും പല ഭാഗങ്ങളും ഞാൻ അടച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെ കൂടുതൽ ഞൊറിവ് വരാൻ പാടില്ല. കാരണം എന്നാൽ മരത്തിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നില്ല. ഇതുപോലെ കുറച്ച് ഞൊറിവ് ഭാഗം, ബാക്കി എല്ലാം നമുക്ക് സിമെൻറ്റ് കൈകൊണ്ട് തേച്ച് തന്നെ അടച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ ഉറപ്പും കിട്ടും, കാണുന്നതിന് ഒരു ഭംഗിയും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. കണ്ടോ, കൂടുതൽ ഫിനിഷിങ്ങൊന്നും ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു ചെറിയ രീതിയിൽ നമുക്ക് കുറച്ച് പരുവത്തൊക്കെ ഇരുന്നാലേ ഒരു മരത്തിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടത്തുള്ളൂ. കൂടുതൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ കൂടുതൽ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് വേറെ രീതിയിൽ നമുക്ക് കാണുകയും ചെയ്യാം. അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടോ, ഏകദേശം ഒരു മരത്തിൻ്റെ പോലെ തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. ചില മരങ്ങൾ, നമ്മൾ കാട്ടിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ, ഇതുപോലുള്ള മരങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട്. ആ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഉണ്ടോ, ഇപ്പം തന്നെ നമുക്ക് കണ്ടാലൊരു മരത്തിൻ്റെ ഒരു രീതി തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരികുകളൊക്കെ ഒന്ന് തേച്ചെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കുന്ന കുപ്പി റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സിമെൻറ്റ് ഇറക്കി ശരിയാക്കി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് പെയിൻറ്റ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നീല ഇനാമൽ പെയിൻറ്റാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ബ്ലൂ കളറിലെ ഇനാമൽ പെയിൻറ്റ്. അതിനുശേഷം ബ്ലൂ കളർ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനോടൊപ്പം തന്നെ ബ്രൗണും ചേർത്ത് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഏതാണ്ട് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു സാമ്പിൾ പെയിൻറ്റ് 50 മില്ലിഗ്രാമിൻ്റെ 25 രൂപ വിലയുള്ള 3 ബോട്ടിൽ പെയിൻറ്റാണ് ഞാനകത്ത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ബ്രൗണും ബ്ലൂവും പിന്നെ യെല്ലോ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ആവശ്യമില്ല. ചെറുതായിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ബ്രഷ് കൊണ്ട് 4 ഭാഗത്തും ചെറുതായിട്ട് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്ലൂ ഉണങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, ബ്ലൂ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ബ്രൗൺ കളറും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം 4 ഭാഗത്ത് യെല്ലോ കളർ, ഞാൻ ചെറുതായിട്ട് ബ്രഷ് കൊണ്ട് യെല്ലോ കളർ തേച്ചതാണ് ഈ കാണുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടക്കമായതുകൊണ്ട് ചില ഭാഗങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭാഷണത്തിൽ ചെറിയ പിഴകുകളുണ്ട്. എല്ലാവരും തുടക്കക്കാരനെന്നുള്ള നിലയിൽ എല്ലാവരും ക്ഷമിക്കുകയും ഇത് സ്വീകരിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി, പുതുമയുള്ളൊരു വീഡിയോയുമായി നിങ്ങളെ ഉടനെ തന്നെ സമീപിക്കുന്നതായിരിക്കും. ഉണ്ടോ, ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.